Oh, okay. സ്റ്റാറ്റിക്സിലെ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്രിക്ഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്, ഫ്രിക്ഷൻ. സോ ഫ്രിക്ഷൻ എന്താണെന്ന് ബേസിക്കലി മനസ്സിലാക്കുക. ഫ്രിക്ഷൻ നമ്മളൊരു വാക്ക് പറയും, ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ എന്ന് നമ്മൾ പലപ്പോഴും വിളിക്കാറുണ്ട്. സോ ഫ്രിക്ഷൻ എന്താണെന്ന് ബേസിക്കലി മനസ്സിലാക്കുക. എന്താണ് ഫ്രിക്ഷൻ എന്ന് മനസ്സിലാക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ സോളിഡോ ലിക്വിഡോ ആവും. നമ്മളിപ്പോൾ തൽക്കാലം സോൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിൽ അല്ലെങ്കിൽ മറ്റൊരു ബോഡിയിൽ മേൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ബോഡിയുടെ മോഷൻ എന്ത് ചെയ്യും, ആ സർഫസ് അതിന് എതിർക്കും. അതിനൊരു റെസിസ്റ്റൻസ് വരും, ആ മോഷൻ ഒരു തടസ്സം വരും അല്ലെങ്കിൽ എതിർപ്പ് വരും. അങ്ങനെ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ബോഡി മറ്റൊരു ബോഡിയിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ മോഷന് കൊണ്ട് വരുന്ന തടസ്സത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്രിക്ഷൻ എന്നതുകൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഫസ്റ്റ് കേസിൽ ഈ ഒരു ബോഡി ഉണ്ടോ, ഈ ഫസ്റ്റ് ഞാൻ വരച്ചേക്കുന്ന ബോഡി, ഈ ബോഡി എങ്ങനെയാണ്, ഈ ബോഡി വലത്തോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വലത്തോട്ട് മൂവ് ചെയ്യാൻ ഈ സർഫസിലാണ് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ബോഡി റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ സർഫസ് കണ്ടോ, ആ സർഫസിനകത്ത് എന്താ സംഭവിക്കുന്നത്, സർഫസ് ആ മൂവ്മെന്റിന് ഒരു തടസ്സം കൊടുക്കുക. ആ തടസ്സത്തിന് ഞാൻ കൊടുക്കുന്നതിനാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫ്രിക്ഷന്റെ റീസൺ എന്ന് പറയുന്നത് ബേസിക്കലി മനസ്സിലാക്കുക. ഫ്രിക്ഷൻ റീസൺ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ പുറമേ കാണുന്ന പോലെ ഈ സർഫസ്, ആ ബോഡിയുടെ സർഫസും അതുപോലെ തന്നെ ആ സർഫസ് രണ്ടും എടുത്തു കഴിഞ്ഞാലും എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസ് നമ്മൾ വെളിയിൽ കാണുന്ന പോലെ പോളിഷ്ഡ് അല്ല. ആ സർഫസ് നമ്മൾ മൈക്രോസ്കോപ്പിക്കലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിനകത്തുണ്ട് ഇറഗുലാരിറ്റീസ് ഉണ്ട്. നിങ്ങൾ ആ റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കിയാൽ സർഫസിനകത്ത് ഇറഗുലാരിറ്റീസ് ഉണ്ട്. ഈ സർഫസ് ഇറഗുലാരിറ്റീസ് തമ്മിൽ ഒരു ബോഡി മറ്റേ ബോഡിക്ക് മേൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ സർഫസ് ഇറഗുലാരിറ്റീസ് എന്ത് ചെയ്യും, അത് ഇന്റർലോക്ക് ചെയ്യപ്പെടുകയും ചെയ്യും. ഇന്റർലോക്ക് ചെയ്താണ് ആക്ച്വലി എന്താണ് ഫ്രിക്ഷന് കാരണമാണത്. സർഫസ് ഇറഗുലാരിറ്റി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് അത് ഇന്റർലോക്ക് ചെയ്തിരിക്കുകയും എന്ത് ചെയ്യും, ആ ബോഡിയുടെ മോഷന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി എന്താണ് ഫ്രിക്ഷൻ എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് മനസ്സിലാക്കേണ്ടത് ഫ്രിക്ഷൻ ആണ്. നമ്മൾ ഈ ബോഡി വലത്തോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എപ്പോഴും ഫ്രിക്ഷന്റെ ഡയറക്ഷൻ മനസ്സിലാക്കുക. ഫ്രിക്ഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്നത് ബോഡി മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. whenever a body moves or tends to move, വാക്ക് മനസ്സിലാക്കുക. ഒരു ബോഡി മൂവ് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. മൂവ് ചെയ്യാം അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, whenever a body moves or tends to move another body, a force opposite to the direction in which the body moves or tends to move is developed at the contact surface. ഫ്രിക്ഷൻ നിങ്ങൾ എപ്പോഴേ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈ കോണ്ടാക്ട് സർഫസ് ഒക്കെ ഫ്രിക്ഷൻ എവിടെ ആക്ട് ചെയ്യുന്നത്, ഫ്രിക്ഷൻ ആക്ട്സ് അറ്റ് ദ കോണ്ടാക്ട് സർഫസ്. മനസ്സിലാക്കുക, നമ്മൾ ഫ്രിക്ഷൻ ഫോഴ്സ് താഴെ വരച്ച് കാണിക്കാവൂ. അതായത് നമ്മൾ പടം വരയ്ക്കുമ്പോൾ ഫ്രിക്ഷൻ ഒന്നും മുകളിൽ വരച്ച് കാണിക്കരുത്. അതിന് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് എവിടെയാണ്, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് കോണ്ടാക്ട് സർഫസിലാണെന്ന് മാർക്കായിരിക്കുക. ഫ്രിക്ഷൻ ആക്ട്സ് അറ്റ് ദ കോണ്ടാക്ട് സർഫസ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എ ഫോഴ്സ് ഓപ്പോസിറ്റ്. ഫ്രിക്ഷൻ എങ്ങനെ ആക്ട് ചെയ്യുന്നത്, ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. അങ്ങനെ ആ ഒരു മോഷന് കൊടുക്കുന്ന എതിർപ്പാണ്, സർഫസ് കൊടുക്കുന്ന എതിർപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫ്രിക്ഷൻ ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഇന്റർലോക്കിംഗ് ഓഫ് ദ സർഫസ് ഇറഗുലാരിറ്റീസ്. അടുത്ത പോയിന്റ് മനസ്സിലാക്കുന്നതാണ്, ഹയർ ദ ഇറഗുലാരിറ്റീസ് ഹയർ വിൽ ബി ദ ഫ്രിക്ഷൻ ഓർ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. മനസ്സിലാക്കുക, അതായത് സർഫസ് കൂടുതൽ പരിപരുത്തതാണെങ്കിൽ, കൂടുതൽ പരിപരുത്ത സർഫസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. കൂടുതൽ പോളിഷ്ഡ് ആണെങ്കിൽ ഫ്രിക്ഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. മനസ്സിലാക്കുക. ഞാൻ അടുത്ത പോയിന്റ് മനസ്സിലാക്കുന്ന ഫ്രിക്ഷൻ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഇസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി മൂവ്സ് ഓർ ബോഡി ടെൻഡ്സ് ടു മൂവ്. ബോഡി മൂവ് ചെയ്യുന്നതോ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതോ ആയ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്താണ് ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്ത പോയിന്റ്, ഫ്രിക്ഷൻ ഈസ് കോസ്റ്റ്. ഇറ്റ് ഈസ് കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സർഫസ് ഇറഗുലാരിറ്റീസ്. നമ്മൾ വെളിയിൽ കാണുന്ന പോലെ ഒരു സർഫസും എന്തല്ല പെർഫെക്റ്റ്ലി ഫിനിഷോ സ്മൂത്തോ അല്ല. there is always some surface irregularities. Friction is caused due to the interlocking of these surface irregularities. Okay, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇതാണ് ഫ്രിക്ഷൻ. നമ്മൾ ഫ്രിക്ഷൻ വിളിക്കുന്ന ഫ്രിക്ഷൻ ഈസ് കോൾഡ് ആസ് എ നെസസറി ഈവിൾ. അതായത് ഫ്രിക്ഷൻ ചില സമയത്ത് നമുക്ക് ഉപകാരിയാണ്, ചില സമയത്ത് എന്താണത് ഒരു ഈവിളാണ്, ഒരു ദോഷകാര്യമാണ്. എക്സാമ്പിൾ, നമ്മളൊരു ഫ്ലോറിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഫ്ലോറിൽ നമ്മൾ തെന്നി വീഴാതിരിക്കുന്നത് എന്താണ്, അവിടെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സ്കിഡ് ആയിപ്പോവും. ഇനി തിരിച്ചെടുക്കുകയാണ്, ഒരു മെഷീൻ കമ്പോണന്റ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാർ എടുക്കുകയാണ്, ഒരു മൂവ് ചെയ്യണം. ആ മൂവ്മെന്റിലൊക്കെ എന്താ സംഭവിക്കുന്നത്, ഈ ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യുന്നത്, തേയ്മാനം ഉണ്ടാവുന്നത്. ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും, അവിടെ ഒരുപാട് എനർജി ലോസ് ഉണ്ടാവും. ഫ്രിക്ഷൻ കാരണം ഫ്രിക്ഷൻ മോഷൻ എതിർക്കുമ്പോൾ എന്ത് ചെയ്യും, there will be energy loss. ആ കേസിൽ എന്താണ് ഫ്രിക്ഷൻ എന്താണ്, നെഗറ്റീവ് ആണ്. അല്ലെങ്കിൽ നെഗറ്റീവ് അല്ല, ഫ്രിക്ഷൻ നെഗറ്റീവ് എഫക്റ്റ് ആണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ദാറ്റ്സ് വൈ ഫ്രിക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് വാട്ട്, ഫ്രിക്ഷൻ ഈസ് ജനറലി കോൾഡ് ആസ് എ നെസസറി ഈവിൾ. ചില ഭാഗത്തത് ഉപയോഗമാണ്, ചില ഭാഗത്ത് നിന്നാണ് നമുക്കത് ദോഷമാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മനസ്സിലാക്കുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ദ ഫ്രിക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറഗുലാരിറ്റീസ് ഓൺ ദ സർഫസ് ഗെറ്റ് ക്ലോഗ്ഡ് ആൻഡ് കോസസ് ഫ്രിക്ഷൻ.
ഈ സർഫസ് ഇറഗുലാരിറ്റീസ് എന്ത് ചെയ്യുന്നു? സർഫസ് ഇറഗുലാരിറ്റീസ് ഇന്റർലോക്ക് ചെയ്യപ്പെടുകയും അതാണ് എന്ത് ചെയ്യുന്നത്? ഫ്രിക്ഷന് കാരണമാവുകയും ചെയ്യുന്നത്. അത്രയും മനസ്സിലാക്കുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ആക്ച്വലി ഒറ്റ പാരാമീറ്ററിനാണ്. ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷൻ ടു ദ സർഫസ് റഫ്നെസ്. ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ വേണമെങ്കിൽ പറയാം. ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സർഫസ് റഫ്നെസ്. അതായത് പുറമേയുള്ള ഫാക്ടറിന് അല്ല ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ സർഫസിന്റെ പരിപരിപ്പ് അല്ലെങ്കിൽ സർഫസിന്റെ ഫിനിഷിനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹയർ ദ സർഫസ്, കൂടുതൽ പരിപരുത്ത സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷന്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഡിസൈനിൽ ഒരു കമ്പോണന്റ് ഡയമെൻഷൻസ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്. എന്ത് ചെയ്യണം? ആ കമ്പോണന്റ് സർഫസ് ഫിനിഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് നമുക്ക് നോക്കണം. കാര്യം സർഫസ് റഫ്നെസ് എന്തിനെ ഡിറ്റർമൈൻ ചെയ്യും? അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷന്റെയും ആ ജോയിന്റിന്റെ എഫിഷ്യൻസിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സോ സർഫസ് റഫ്നെസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ യൂസ്ഡ് ഇൻ ദ എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് മനസ്സിലാക്കാം. ഡയമെൻഷൻസ് മാത്രമല്ല, സൈസ് മാത്രം ചെയ്യാൻ മാത്രമേ, എന്താണ് സർഫസ് റഫ്നെസ്, നമുക്ക് ആവശ്യമുള്ള സർഫസ് റഫ്നെസ് വേണം ഓരോ കമ്പോണൻസിനും നമുക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. സോ ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സർഫസ് റഫ്നെസ്. ഹയർ ദ റഫ്നെസ്, ഹയർ വിൽ ബി ദ വാല്യൂ ഓഫ് ഫ്രിക്ഷൻ. അല്ലെങ്കിൽ തിരിച്ച് പറയാം, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ പോളിഷ്നെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റഫ്നെസ് ആണ് ബേസിക്കലി ആയിട്ട്. റഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പല യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്, അത് നമ്മളിവിടെ പറയുന്നതിന്റെ ആവശ്യമില്ല. മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. how can we determine the surface roughness എന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഫോർ എ പെർഫെക്റ്റ്ലി സ്മൂത്ത് സർഫസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എ പെർഫെക്റ്റ്ലി സ്മൂത്ത് എന്നാണ് സർഫസ് പറയുന്നതെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷൻ എത്രയാണ്? ഫ്രിക്ഷൻ 0ആണ്. പെർഫെക്റ്റ്ലി സ്മൂത്ത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ദിസ് ഈസ് ഓൺലി എ തിയററ്റിക്കൽ കൺസെപ്റ്റ്. ഒരു ബോഡിയും അല്ലെ ഒരു സർഫസും എന്തല്ല പെർഫെക്റ്റ്ലി സ്മൂത്ത് അല്ല. ദർ ഈസ് ഓൾവേസ് സം ഇറഗുലാരിറ്റീസ്. അതായത് ഇൻ റിയൽ കേസിൽ മനസ്സിലാക്കുക, ഇൻ റിയൽ കേസ് on all the surface there will be some amount of friction or there will be some amount of energy loss. ഫ്രിക്ഷൻ കാരണം എന്താ സംഭവിക്കുന്നത്? ഫ്രിക്ഷൻ കാരണം ഊർജ്ജ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഫ്രിക്ഷൻ കോസസ് വാട്ട്? എനർജി ലോസസ്. ഓക്കെ, ഇത്ര മനസ്സിലാക്കുക. ഫ്രിക്ഷൻ കാരണം എപ്പോഴും എനർജി ലോസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ പവർ ലോസ് ഉണ്ടാവുന്നു. റിയൽ കേസിലെല്ലാം എല്ലാ സർഫസിലും ഫ്രിക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ തിരിച്ച് പറയുകയാണെങ്കിൽ there is always a friction in real surfaces. There is nothing called as a perfectly smooth surface. But theoretically നമ്മൾ പറയും, for a perfectly smooth surface the value of friction is taken as 0. ഇതാണ് ജനറലി ഫ്രിക്ഷനെ പറ്റി പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഫ്രിക്ഷൻ. നമ്മൾ എവിടെ മെക്കാനിക്കൽ കമ്പോണൻസ് എടുത്താൽ ഇവിടെ ഉണ്ട്. അടുത്തതാണ് നെക്സ്റ്റ് ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു രീതിയിലെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഒരു ബോഡി, ഈ ബോഡി നമ്മൾ ഫ്രിക്ഷൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഫ്രിക്ഷൻ സ്റ്റഡി ചെയ്യുന്ന ബോഡി വെദർ ഇറ്റ് ഈസ് ഇൻ മോഷൻ ഓർ റെസ്റ്റ്, ആ ബോഡി റെസ്റ്റിലാണോ മോഷനിലാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് എന്താണ് ഞാൻ ഈ താഴെ പറഞ്ഞത്. ഫ്രിക്ഷൻ ഈസ് ക്ലാസിഫൈഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ മോഷൻ ഇൻ വിച്ച് ദ കൺസേൺഡ് ബോഡി ഈസ് ഇൻ. നമ്മൾ ഏത് ബോഡിയാണോ ഫ്രിക്ഷനെ പറ്റി പഠിക്കുന്നത്, ആ ബോഡിയുടെ മോഷൻ എങ്ങനെയാണോ, ആ ബോഡി കറൻ്റ്ലി മോഷനിലാണോ ഇല്ലയാണോ എന്നതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് ഞാൻ താഴെ പറയുന്നത്. ഓക്കെ, വേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വേറെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ബോഡികൾ, ഒരു ബോഡി മറ്റു ബോഡിയിൽ മേൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണല്ലോ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ. അത് പല രീതിയിൽ മൂവ് ചെയ്യാം. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു ബോഡി മറ്റു ബോഡിയിൽ മേൽ സ്ലൈഡ് ചെയ്യാം, ഒരു ബോഡി ഒരു സർഫസ്, ഒരു ബോഡി ഒരു സർഫസിന് മേൽ റോൾ ചെയ്യാം. സോ അതനുസരിച്ച് വേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളെ കൺസേൺഡ് ബോഡി, നമ്മൾ ഫ്രിക്ഷൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കൺസേൺഡ് ബോഡി, ആ ബോഡി റെസ്റ്റിലാണോ മൂവ് ചെയ്യുകയാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു സംതിങ് കോൾഡ് ആസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബോഡി റെസ്റ്റിലാണോ മൂവ് ചെയ്യണത് എന്താണ് ബാക്കി തന്നെ മനസ്സിലാകും. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ മെക്കാനിക്സിൻ്റെ ഒക്കെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സർഫസ് വിച്ച് ആർ എറ്റ് ടു മൂവ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ദ ബോഡി ഈസ് എറ്റ് റെസ്റ്റ്. ബോഡി എന്ത് ചെയ്തില്ല, മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ബോഡി എങ്ങനെയാണ്? ഇപ്പം ബോഡി റെസ്റ്റിലാണ്. ബോഡി എങ്ങനെയാണ്? ബോഡി മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബോഡിയുടെ വെലോസിറ്റി എന്താണ്? 0ആണ്. റെസ്റ്റിലിരിക്കുന്ന, അല്ലെങ്കിൽ കറന്റ്ലി ഫോഴ്സ് അപ്ലൈ ചെയ്ത് കാണും, മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഡെഫിനിഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഫ്രിക്ഷൻ ബേസിക്കലി എന്താണ്? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സർഫസ് ഓൺ എ ബോഡി വിച്ച് മൂവ്സ് ഓർ ടെൻസ് ടു മൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും ഫ്രിക്ഷൻ വരും. ഓക്കെ, ഇപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ആ ബോഡി എന്തില്ല, മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പറ്റിങ്ങനെ പറയാം, അതിൻ്റെ വെലോസിറ്റി 0ആണ്. ഓക്കെ, അതാ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കുക, ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് റൈറ്റിലോട്ടാണ് അപ്ലൈഡ് ഫോഴ്സ്. പക്ഷേ ഫ്രിക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്.
അപ്പം ഇത് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അർത്ഥം എന്താണ്? നമ്മൾ അപ്ലൈഡ് ഫോഴ്സിനോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഫ്രിക്ഷൻ വരുന്നത് കൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നില്ല. തൽക്കാലം അത്രയും മനസ്സിലാക്കുക. ഡൈനാമിക് ഫ്രിക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സർഫസ് വിച്ച് ആർ ഇൻ മോഷൻ. ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സർഫസ് ഉണ്ട്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഫ്രിക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈനാമിക് ഫ്രിക്ഷൻ. ഇപ്പോൾ ഒരു കാർ റോട്ടിൽ കൂടെ മൂവ് ചെയ്യുകയാണ്. അതെന്താണ്? ആക്ച്വലി ഡൈനാമിക് ഫ്രിക്ഷൻ കേസാണ്. കാര്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിൽ നമ്മൾ റോഡ് സർഫസ് ഇറഗുലാരിറ്റീസ് ഉണ്ട്. റോഡ് സർഫസും കാറിന്റെ ടയർ വീലും തമ്മിൽ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. അതെന്ത് ഫ്രിക്ഷൻ ആണ്? ദാറ്റ്സ് കോൾഡ് ആസ് ദ ഡൈനാമിക് ഫ്രിക്ഷൻ. ഡൈനാമിക് ഫ്രിക്ഷൻ. നേരെ മറിച്ച് നമ്മളൊരു തറയിൽ ഒരു വസ്തു ഇരിക്കുകയാണ്, നമ്മൾ അതിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, മൂവ് ചെയ്യാൻ നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്തിട്ടും ബോഡി എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. അവിടെ ആക്ച്വലി ഫ്രിക്ഷൻ ഉണ്ട്. അതേത് കേസിലെ ഫ്രിക്ഷൻ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും? ദാറ്റ്സ് കോൾഡ് ആസ് എ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇത് പല പരീക്ഷയും ചോദിച്ചിട്ടുണ്ട് ഈ പോയിന്റ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഡൈനാമിക് ഫ്രിക്ഷൻ. മനസ്സിലാക്കുക. ഇത് എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് പറയാം. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും? ഡൈനാമിക് ഫ്രിക്ഷനെ കാട്ടി കൂടുതലായിരിക്കും. ഓർത്ത് വെച്ചേക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഹയർ എന്നതിലുപരി ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ, ഓർ ഗ്രേറ്റർ ദാൻ ദ ഡൈനാമിക് ഫ്രിക്ഷൻ. ഡൈനാമിക് എപ്പോഴും വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നെയായിരിക്കും എപ്പോഴും കൂടുതൽ. ഡൈനാമിക് ഫ്രിക്ഷന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഡൈനാമിക് ഫ്രിക്ഷന്റെ വാല്യൂ എപ്പോഴും കുറവാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. So this classification of static and dynamic friction is based on whether the concerned body is at rest or whether the concerned body is in motion. Okay, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു തന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇറ്റ് ഈസ് ഓൾവേസ് ഹയർ ദാൻ ദ ഡൈനാമിക് ഫ്രിക്ഷൻ. ഈ കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബോഡി റെസ്റ്റിൽ ഇരിക്കുകയാണ്, ബോഡി മൂവ് ചെയ്യുന്ന ബോഡിയുടെ ഫ്രിക്ഷനാണ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും അങ്ങനെ ആയിരിക്കും. അതായത് ഒരു ബോഡി ആദ്യം സ്റ്റാറ്റിക് റെസ്റ്റ് ഇരുന്നായിരിക്കും, അപ്പോൾ അതിനകത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ അത് ഫോഴ്സ് കൂടി അത് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പറയും അതിനകത്ത് ഡൈനാമിക് ഫ്രിക്ഷൻ ആണ് ആക്ട് ചെയ്യണമെന്ന് പറയും. So if you compare both the values, the dynamic friction value will be always higher than the value of the static friction. Okay, ആ കാര്യം എന്ത് ചെയ്യുക? മനസ്സിൽ വെച്ചേക്കുക. അടുത്ത പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ജനറലി ഫ്രിക്ഷൻ എന്താ മനസ്സിലായോ? Friction is basically the resistance offered by the surface when a body tries to move over the surface. Simply അത്രേ ഉള്ളൂ. The friction is basically caused due to the surface irregularities. The surfaces are not polished as we see from the outside. There is always some irregularities in the surface, and the irregularities of the surface and the body get interlocked, and due to this friction happens. And friction is always proportional to the surface roughness. Higher the value of the surface roughness, higher will be the friction. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ അടുത്ത പറഞ്ഞത് എന്താണ്? ഫ്രിക്ഷൻ ഈസ് എ നെസസറി evil. അതായത് ചില സാഹചര്യങ്ങളിൽ ഫ്രിക്ഷൻ ഈസ് ഗുഡ് ആൻഡ് ഇൻ അനദർ കേസസ് ഫ്രിക്ഷൻ ഈസ് എന്താണ്? ബാഡ്. ആവശ്യം എന്താണ്? നമ്മളൊരു സർഫസിൽ നിൽക്കുന്നത്, ഇതെല്ലാം എന്താണ്? ഫ്രിക്ഷൻ കൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ തെന്നിപ്പോവും. അടുത്ത കേസ് നെസസറി ഈവിളിന്റെ കേസാണ്. നമ്മുടെ മെഷീൻ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെഷീൻ കമ്പോണൻസ് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സംതിങ് മൂവ്സ്. വാട്ട് ഹാപ്പൻസ് ഇസ് ഫ്രിക്ഷൻ കോസസ് എനർജി ലോസസ് ഓർ പവർ ലോസസ്. ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യുന്നു? എനർജി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് കേസ് വി ക്യാൻ സേ ഫ്രിക്ഷൻ ഈസ് ആൻ ഈവിൾ. സോ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഫ്രിക്ഷനെ നെസസറി ഈവിൾ എന്നാണ് വിളിക്കുന്നത്. അത്യാവശ്യമാണ് എന്ന എന്താണ്? ചില സാഹചര്യങ്ങളിൽ അത് ഉപദ്രവകാരിയുമാണ്. ഓക്കെ, അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ് യു ഷുഡ് നോ ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രിക്ഷൻ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മളിപ്പോൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ സ്റ്റാറ്റിക് എന്ന് ഡൈനാമിക് എന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇതല്ലാതെ വേറെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, വിച്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സർഫസസ് ഇൻ കോൺടാക്ട്. അതായത് രണ്ട് ബോഡിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഒരു ബോഡിയും മറ്റേ ബോഡിയും തമ്മിൽ സ്ലൈഡിങ് മോഷനാണ് നടക്കുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? അത് നമ്മൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. പിന്നെ അടുത്ത കേസിൽ എന്താണ്? ഒരു ബോഡിക്ക് മേൽ മറ്റൊരു ബോഡി റോൾ ചെയ്യണം, ഉരുണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു റോഡിൽ ഒരു വണ്ടി മൂവ് ചെയ്ത് പോകുന്നു, അപ്പോൾ ആ ടയറും റോഡും തമ്മിലുള്ളത് എന്താണ്? നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. അതിനെന്ത് വിളിക്കും? നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. സോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, പിന്നെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഒന്നും പറയുന്നില്ല. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഫ്ലൂയിഡ്സ് തമ്മിലുള്ള ഫ്രിക്ഷൻ. അതായത് ഒരു ലിക്വിഡും അല്ലെങ്കിൽ ഗ്യാസ് ലിക്വിഡും, അല്ലെങ്കിൽ രണ്ട് ഗ്യാസ് തമ്മിൽ, അത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. നമ്മളിപ്പോൾ തൽക്കാലം എല്ലാം പറയാൻ പോകുന്നത് ഡ്രൈ ഫ്രിക്ഷൻ ആണ്. ഡ്രൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സോളിഡ് സർഫസസ് തമ്മിലുള്ള ഫ്രിക്ഷനാണ് നമ്മൾ ആക്ച്വലി ഡ്രൈ ഫ്രിക്ഷൻ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. നമ്മളെല്ലാം ഡ്രൈ ഫ്രിക്ഷൻ മാത്രമേ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്നുള്ളത് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എന്ത് ചെയ്യും? ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ മനസ്സിലാക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വി ആർ currently going to discuss about what's called as
ഡ്രൈ ഫ്രിക്ഷൻ ഓൺലി. മനസ്സിലാക്കുക, ഡ്രൈ ഫ്രിക്ഷനെ പറ്റി മാത്രമേ പറയുള്ളൂ. അപ്പോൾ അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ പ്രോപ്പർട്ടീസ് ജനറലി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ദെൻ അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രിക്ഷൻ, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുള്ളൂ. ഫ്രിക്ഷൻ ഫോഴ്സ് ഇറ്റ് ഓൾവേസ് ആക്ട്സ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ അപ്ലൈഡ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫ്രിക്ഷനും ആക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്ലൈഡ് ഫോഴ്സിന്റെ ആ ഡയറക്ഷനിലായിരിക്കും ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും ഫ്രിക്ഷൻ ഫോഴ്സ്. അടുത്ത മനസ്സിലാക്കുക, അപ്ലൈഡ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എല്ലാ സാഹചര്യങ്ങളിലും എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ആവശ്യം മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ സർഫസ് റഫ്നെസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സർഫസ് റഫ്നെസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് ദ കോൺടാക്ട്. അതായത് സപ്പോസ് ഞാൻ രണ്ട് ഫിഗർ വരച്ചിട്ടുണ്ട്. ഒരു സെയിം മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക, സെയിം മെറ്റീരിയൽ അലുമിനിയം എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക, സെയിം സർഫസ് റഫ്നെസ്, സർഫസിന്റെ പരിവരപ്പ് സെയിം ആണ്. ഒന്നിന്റെ ഏരിയ വലിയ ഏരിയ ക്യാപിറ്റൽ എ, ഇതിന്റെ ഒരു ചെറിയ പീസാണ് അവിടെ ഇരിക്കുന്നത്, സ്മോൾ എ ഉള്ളത്. രണ്ടും സെയിം മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക, സെയിം സർഫസ് റഫ്നെസ് ആണെങ്കിൽ ഈ ചെറിയ ഏരിയ ആയാലും വലിയ പേപ്പർ ആയാലും അല്ലെങ്കിൽ വലിയൊരു സർഫസ് ആണെങ്കിലും അല്ലെങ്കിൽ വലിയൊരു മെറ്റീരിയൽ ആണെങ്കിലും ചെറിയ മെറ്റീരിയൽ ആണെങ്കിലും ഇതൊരു പർട്ടിക്കുലർ ബോഡിയിൽ മേൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ പുറത്ത് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഈ വലുതായാലും ചെറുതായാലും ഫ്രിക്ഷന്റെ വാല്യൂ സെയിം ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചത്. അതായത് ഫ്രിക്ഷൻ എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഈ സർഫസിന്റെ റഫ്നെസ് അല്ലെങ്കിൽ പരിപരിപ്പിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് ദ കോണ്ടാക്ട്. എത്ര ഏരിയയിൽ കോണ്ടാക്ട് വരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ഇപ്പൊ ഒരു കോമൺ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കാർ റോട്ടിൽ കൂടെ പോകുന്നു ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ, തിരിച്ച് ഒരു ലോറി ഈ റോട്ടിൽ കൂടെ പോവുകയാണ്, ഇതേ റോട്ടിൽ കൂടെ ഒരു ലോറി പോവുകയാണ്. ഇത് രണ്ടിന്റെയും ടയറൊക്കെ ഒരേ മെറ്റീരിയൽ ആണെന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഏരിയ ഓഫ് കോണ്ടാക്ട് ചിലപ്പം കൂടുതൽ ടയർ കോണ്ടാക്ട് വരുന്നത് ലോറിക്കാണെങ്കിലും ട്രക്കിനാണെങ്കിലും കാറിന് കുറവാണെങ്കിലും, പക്ഷേ ഈ രണ്ടിന്റെ എന്താണ്, ഫ്രിക്ഷൻ സെയിം ആയിരിക്കും. കാര്യം ഇത് രണ്ടിന്റെ സർഫസ് റഫ്നെസ് സെയിം ആയിരിക്കുന്നിടത്തോളം കാലം വലിയ ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടി എന്ന് പറഞ്ഞ് ഫ്രിക്ഷന് വാല്യൂ മാറ്റം വരത്തില്ല എന്ന് സിംപ്ലി മനസ്സിലാക്കുക. ഫ്രിക്ഷണൽ വാല്യൂ ഫോർ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സർഫസ് റഫ്നെസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് ദ കോണ്ടാക്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ പോയിന്റ്സ് എവിടെയെങ്കിലും ആവശ്യം വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എന്താണ് ഈ പോയിന്റ്സ് ആവശ്യം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് ദ കോണ്ടാക്ട്, മറക്കില്ല, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് ദ കോണ്ടാക്ട്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, കൺസെപ്ച്വലി വരുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ശ്രദ്ധിക്കുക, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് സെൽഫ് അഡ്ജസ്റ്റിംഗ്. മനസ്സിലാക്കുക, സെൽഫ് അഡ്ജസ്റ്റിംഗിന്റെ മീനിങ് മനസ്സിലാക്കി. ഇറ്റ് ഈസ് സെൽഫ് അഡ്ജസ്റ്റിംഗ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് എന്ത് ചെയ്യും, ഫ്രിക്ഷൻ അത് റീ അഡ്ജസ്റ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. സപ്പോസ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത ഫോഴ്സ് 0 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കും. ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ല, അപ്പോൾ ഫ്രിക്ഷൻ എത്രയാണ്, ഫ്രിക്ഷൻ 0 ആണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ഫസ്റ്റ് കേസ് എടുക്കുക. ഫസ്റ്റ് കേസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഫ്രിക്ഷൻ അപ്പോൾ എന്ത് ചെയ്യും, സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. നേരത്തെ 0 ആയിരുന്ന ഫ്രിക്ഷൻ എന്ത് ചെയ്തു, ഫോഴ്സ് 10 ആക്കിയപ്പോൾ എന്ത് ചെയ്തു, ഫ്രിക്ഷൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, അതിന് അപ്ലൈഡ് ഫോഴ്സിന് ഈക്വലന്റ് ആയിട്ടൊരു ഫോഴ്സ് തിരിച്ചു കൊടുത്തു. അപ്ലൈഡ് ഫോഴ്സ് 10 ആക്കിയപ്പോൾ ഫ്രിക്ഷൻ എത്രയായി, 10 ആയി. തിരിച്ച് ഞാൻ രണ്ടാമത്തെ കേസ്, അപ്ലൈഡ് ഫോഴ്സ് എന്ത് ചെയ്തു, ഞാൻ 20 ന്യൂട്ടൺ ആക്കി. ഫ്രിക്ഷൻ എന്ത് ചെയ്തു, റീ അഡ്ജസ്റ്റ് ചെയ്തു. നേരത്തെ 10 ആയിരുന്നു, എത്ര ചെയ്ത്, 20 ആയി. ഇപ്പൊ എന്താ ഫ്രിക്ഷൻ സംഭവിച്ചത്, ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്ലൈഡ് ഫോഴ്സിന് അനുസരിച്ച് എന്ത് ചെയ്യും, ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യും. മൂന്നാമത്തെ കേസ് എടുക്കുക, അപ്ലൈഡ് ഫോഴ്സ് ഞാൻ എന്ത് ചെയ്തു, 30 ന്യൂട്ടൺ ആക്കി. ഇപ്പൊ ഫ്രിക്ഷൻ എന്ത് ചെയ്തു, വീണ്ടും സെൽഫ് അഡ്ജസ്റ്റ് എന്ത് ചെയ്ത്, അത് 20ൽ നിന്ന് 30 ആയിട്ട് മാറി. അടുത്ത നാലാമത്തെ കേസ് എടുക്കുക, അപ്ലൈഡ് ഫോഴ്സ് എന്ത് ചെയ്ത്, 40 ന്യൂട്ടൺ. പക്ഷേ ഫ്രിക്ഷൻ എന്ത് ചെയ്ത്, ഈ കേസിൽ എന്ത് ചെയ്തില്ല, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ച് ഫ്രിക്ഷന്റെ വാല്യൂ അത് മാറ്റുന്നുണ്ട്, സർഫസ് മാറ്റും. പക്ഷേ ഒരു സർഫസിന് ഇങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഗെറ്റ്സ് അഡ്ജസ്റ്റഡ് വിത്ത് ദ അപ്ലൈഡ് ഫോഴ്സ്, ബട്ട് there is a limit to the maximal frictional force a surface can give or resist. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നെങ്കിലും ആ മാക്സിമം ഒരു സർഫസിന് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിന് ലിമിറ്റ് ഉണ്ട്. ഇവിടുത്തെ കേസിൽ എന്താണ്, ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് 0 ആയിരുന്നപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് 0, അപ്ലൈഡ് ഫോഴ്സ് 10 ആയപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് 10, അപ്ലൈഡ് ഫോഴ്സ് 20 ആയപ്പോൾ ഫ്രിക്ഷൻ എത്രയായി, 20 ആയി. അപ്ലൈഡ് ഫോഴ്സ് 30 ആയപ്പോൾ ഫ്രിക്ഷൻ 30 ആയി. പക്ഷേ അപ്ലൈഡ് ഫോഴ്സ് 40 ആയപ്പോൾ എന്ത് ചെയ്തു, ഫ്രിക്ഷൻ അപ്പോഴും 30 ഉള്ളൂ.
എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഈ സർഫസിന് മാക്സിമം 30 ന്യൂട്ടനെ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലാക്കുക. ആ 30 ന്യൂട്ടൺ നമ്മൾ ഒരു പേര് വിളിക്കും. ആ 30 ന്യൂട്ടനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ ആദ്യത്തെ 3 കേസിലും ബോഡി മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്യാത്ത കേസ് എന്താണ്? നെറ്റ് ഫോഴ്സ് 0ആണ്. 30 അപ്ലൈ ചെയ്യുന്നു, തിരിച്ച് 30 തിരിച്ചു കൊടുക്കുന്നു. നെറ്റ് ഫോഴ്സ് 0, ബോഡി മൂവ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു സർഫസിന് കൊടുക്കാവുന്ന മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് എന്ന് വിളിക്കാൻ കഴിയുന്നില്ല, ബോഡി മൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. What is limiting friction? It is the maximum value of the static friction. എഴുതിയും ശ്രദ്ധിക്കുക. Static friction get adjusted with the value of the applied force. Okay, but there is a limit to the maximum value of frictional force that a surface can give. That maximum value, very important, that the maximum value of the static friction is called as limiting friction. The maximum value of the static friction is called as the limiting friction. അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുക? ഒരു ബോഡി എനിക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എൻ്റെ അപ്ലൈഡ് ഫോഴ്സ് എങ്ങനെയായിരിക്കണം? മൈ അപ്ലൈഡ് ഫോഴ്സ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ വാല്യൂ ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്ര? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഒരു സർഫസിന്റെ ഫിക്സഡ് വാല്യൂ ആണ്, മാക്സിമം ഒരു വാല്യൂ ഉണ്ട്. അതിനെയും കാട്ടി കൂടുതൽ ഫോഴ്സ് ഞാൻ എക്സ്റ്റേണലി അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു ബോഡി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ ഈ 4ാമത്തെ കേസ് എടുക്കാം. 4ാമത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്? അപ്ലൈഡ് ഫോഴ്സ് 40 ന്യൂട്ടൺ ആണ്. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ എത്രയാണ് സർഫസിന് കൊടുക്കാൻ പറ്റുന്നുള്ളൂ? 30 ന്യൂട്ടനെ പറ്റുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? റൈറ്റിലോട്ട് ഒരു 40 അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്, ഒരു 30 ന്യൂട്ടൺ എന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റിലോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് എതിർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? നെറ്റ് ഫോഴ്സ് എത്ര വരും? നെറ്റ് ഫോഴ്സ് റൈറ്റിലോട്ട് ഒരു 10 ന്യൂട്ടൺ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ത് ചെയ്യും? ഈ ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യും? നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതാണ് ഏത് പറയുന്നത്? ന്യൂട്ടൺ ഫസ്റ്റ് ലോ പറയുന്നത്. അതനുസരിച്ച് എന്ത് ചെയ്യും? നെറ്റ് ഫോഴ്സ് 40 - 30 10 ന്യൂട്ടൺ റൈറ്റിലോട്ടാണ്. അങ്ങോട്ട് എന്ത് ചെയ്യും? ഈ ബോഡി മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ഈ 4th കേസിൽ എന്താ സംഭവിക്കുന്നത്? സോ 4th കേസിൽ എന്താ സംഭവിക്കുന്നത്? അപ്ലൈഡ് ഫോഴ്സ് അങ്ങനെയാണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ആസ് എ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഈ വാക്ക് മറക്കല്ലേ, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ, അതിന് മേലെയാണ് ഞാൻ അപ്ലൈഡ് ഫോഴ്സ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു സർഫസ്, രണ്ട് സർഫസ് തമ്മിലൊരു റഫറൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അതിന്റെ വാല്യൂ. സർഫസ് മാറുമ്പോഴേ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ മാറത്തുള്ളൂ. സോ ഫോർ എ particular surface, the limiting there is a maximum value of the static friction that a surface can resist. That maximum value of the static friction is called as the limiting friction. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? if we have to move a body over a surface, we have to apply a force which is greater than the ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷനെ കാട്ടി കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് ആ ബോഡി ആ സർഫസിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റും. 4ാമത്തെ കേസിൽ അത് സംഭവിക്കുന്നത്. മാക്സിമം വാല്യൂ ഓഫ് ദ ഫ്രിക്ഷൻ ദ സർഫസ് ക്യാൻ ഗീവ് ഇസ് 30 ന്യൂട്ടൺ വിച്ച് ഈസ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഹിയർ. ആൻഡ് വി ഹാവ് അപ്ലൈഡ് എ ഫോഴ്സ് ഓഫ് 40 ന്യൂട്ടൺ. സോ ദ അപ്ലൈഡ് ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ ദ ബോഡി വിൽ ടെൻഡ് ടു മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ നെറ്റ് ഫോഴ്സ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ഫോഴ്സ് ലോ ഓഫ് മോഷൻ. എന്താ സംഭവിക്കുന്നത്? 40 ന്യൂട്ടൺ റൈറ്റിലോട്ട് അപ്ലൈ ചെയ്യണം, 30 ന്യൂട്ടൺ ലെഫ്റ്റിലോട്ട് ആക്ട് ചെയ്യണം. സോ എന്താ സംഭവിക്കുന്നത്? 40 - 30 ഒരു 10 ന്യൂട്ടൺ റൈറ്റിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ബോഡി എന്ത് ചെയ്യും? റൈറ്റിലോട്ട് മൂവ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ മാക്സിമം വാല്യൂ ഓഫ് ദ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് വാട്ട്സ് കോൾഡ് ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് അതിനെ പേര് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ കേസിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കേസിൽ ഈ 30 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ എന്ത്? നമ്മുടെ കേസിൽ ഈ 30 ന്യൂട്ടൺ. ദ 30 ന്യൂട്ടൺ ഇൻ അവർ കേസ് ഈസ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഹിയർ. അതാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ ഈ വാക്ക് ഞാൻ മറക്കരുത്. അടുത്ത കുറച്ച് കൺസെപ്റ്റ്സ് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ അടുത്ത പോയിന്റ് മനസ്സിലാക്കുന്നതാണ്. ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ദെൻ ദ ബോഡി വിൽ മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനെ കാട്ടി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ആ ബോഡി എന്ത് ചെയ്യും? അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, നെറ്റ് ഫോഴ്സ് എന്ത് ചെയ്യും? അപ്ലൈഡ് ഫോഴ്സ് മൈനസ് ഫ്രിക്ഷൻ, അതാണ് നെറ്റ് ഫോഴ്സ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് എന്താ സംഭവിക്കുന്നത്? വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ, ഇത് പരീക്ഷയ്ക്ക് കണക്ക് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നിങ്ങൾ തന്നെ ആലോചിക്കാം, നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനെ കാട്ടി താഴെയാണെങ്കിൽ ഫ്രിക്ഷന്റെ വാല്യൂ എത്രയായിരിക്കും? ഫ്രിക്ഷന്റെ വാല്യൂ എന്താണ്? അപ്ലൈഡ് ഫോഴ്സ് തന്നെയായിരിക്കും. ശ്രദ്ധിക്കുക, എന്താണ്? ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ ദ വാല്യൂ ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, എന്താ സംഭവിക്കുന്നത്? അപ്ലൈഡ് ഫോഴ്സിന് തുല്യമായിട്ട് എന്ത് ചെയ്യും? ഈ സർഫസ് തന്നെ എതിർക്കും. അതായത് ഫ്രിക്ഷൻ ഫോഴ്സ് അപ്പോൾ എത്ര തന്നെയായിരിക്കും? അപ്ലൈഡ് ഫോഴ്സ് തന്നെയായിരിക്കും. നമ്മുടെ നേരത്തെ എക്സാമ്പിൾ എടുക്കാം. 30 ന്യൂട്ടൺ ഫോഴ്സ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഫ്രിക്ഷൻ 30 തന്നെ വന്നത്. 20 ന്യൂട്ടൺ വന്നപ്പോൾ എത്ര വന്നത്? 20 തന്നെയാണ് വന്നത്. മനസ്സിലായോ? പക്ഷേ ഞാൻ പറയുന്നത് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ഉണ്ട്. അതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ.
സോ അപ്ലൈഡ് ഫോഴ്സ് ലിമിറ്റിംഗ് പ്രഷറിനെക്കാട്ടി കുറവാണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യില്ല, ബോഡിക്കകത്ത് നെറ്റ് ഫോഴ്സ് ഇല്ല. കാര്യം അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫ്രിക്ഷൻ വരുന്നതുകൊണ്ട് നെറ്റ് ഫോഴ്സ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ബോഡി റെസ്റ്റിലായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്, കണക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം. നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ എടുത്താൽ എന്ത് വരും, രണ്ടാമത്തെ എക്സാമ്പിൾ 20 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നു. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇത്രയും ചെയ്ത് എന്ത് വരും, സെക്കൻഡ് കേസ് 20 ന്യൂട്ടൺ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ്. വാട്ട് ഇസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഹിയർ? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഹിയർ ഓൾസോ ഇസ് 20 ന്യൂട്ടൺ. അപ്ലൈഡ് ഫോഴ്സ് 20 ആണ്, ഫ്രിക്ഷൻ 20 ആണ്. പക്ഷേ ഫോർത്ത് കേസിൽ എടുത്താണെങ്കിലോ അപ്ലൈഡ് ഫോഴ്സ് 40 ആണ്, പക്ഷേ ഫ്രിക്ഷൻ എത്രയാണ് അവിടെ, 30 ഉള്ളൂ. അത് മനസ്സിലാക്കുക. ഫ്രിക്ഷണൽ ഫോഴ്സ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്, അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഇതാണ് ജനറലി ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ നമ്മളൊരു ഫ്രീ ബോഡി ഡയഗ്രാം ആണ് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഫ്രീ ബോഡി ഡയഗ്രാം എന്താണ് സംഭവിക്കുന്നത്, ഞാൻ റൈറ്റിലോട്ട് ഒരു അപ്ലൈഡ് ഫോഴ്സ് എഫ് അപ്ലൈഡ് റൈറ്റിലോട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇത് ബോഡിയുടെ എന്താണ്, ഒരു ബോഡിയാണ്. ആ ബോഡി കൺസിഡർ ചെയ്യണം. ബോഡിയുടെ വെയിറ്റ് W, സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ വെയിറ്റ് ആക്ട് ചെയ്യും, നമ്മളെ പഴയ കാര്യങ്ങൾ. പിന്നെ എന്തുണ്ട് അടുത്ത് ശ്രദ്ധിക്കാം. ഇതെന്താണ്, ഇവിടെ ഈ സർഫസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ റിയാക്ഷൻ കാണിക്കുക. ഞാൻ നോർമൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് RN. അത് എപ്പോഴും എങ്ങനെ വരയ്ക്കുള്ളൂ, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞതാണ്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അടുത്ത് ശ്രദ്ധിക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാണ്, അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അത് ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെ വരയ്ക്കാവൂ, ഈ സർഫസിലെ വരയ്ക്കാവൂ. അതിന് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സർഫസ് ഓൺലി. ഇത് മുകളിലും താഴെയൊന്നും വരയ്ക്കരുത്. ഇതാണ് ജനറലി എന്താണ് ഫ്രിക്ഷന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം. ഇത് നമുക്ക് ഇനി ഒരുപാട് ആവശ്യമുണ്ട്. അടുത്ത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, ദ ലോസ് ഓഫ് ഡ്രൈ ഫ്രിക്ഷൻ. എന്താണ്, വാട്ട് ആർ ദ ലോസ് ഓഫ് ദ ഡ്രൈ ഫ്രിക്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ സംഗ്രഹിച്ച് പറയുന്ന ഒന്നേ ഉള്ളൂ. ഡ്രൈ ഫ്രിക്ഷൻ എന്താന്ന് പറഞ്ഞു, എന്താണ്, ഇറ്റ് ഈസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ സോളിഡ് സർഫസ്. ദർ ഈസ് സംതിങ് അതർ കോൾഡ് ആസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു ഫ്ലൂയിഡ്സ്, രണ്ട് ലിക്വിഡ് തമ്മിൽ, ലിക്വിഡും ഗ്യാസും തമ്മിൽ. അതാണ് എന്താണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഫ്ലൂയിഡ് ഫ്രിക്ഷനിലെ ഫ്രിക്ഷൻ നമ്മൾ വിസ്കോസിറ്റി എന്ന ടേം വെച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലാക്കുക. നമ്മൾ പറയുന്നത് ഡ്രൈ ഫ്രിക്ഷൻ, അതായത് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു സോളിഡ് സർഫസസ്. ഓക്കെ, മനസ്സിലാക്കുക. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത് ലോസ് ഓഫ് ഡ്രൈ ഫ്രിക്ഷനിൽ? ലോസ് ഓഫ് ഡ്രൈ ഫ്രിക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. എന്താണ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ? ഇറ്റ് ഈസ് ഓൾവേസ് ആക്ട്സ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി മൂവ്സ് ഓർ ടെൻഡ്സ് ടു മൂവ്. ഫ്രിക്ഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതോ ആയ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാം, ബോഡി എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അപ്ലൈഡ് ഫോഴ്സ് എങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിനോ അങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഇങ്ങനെയും പറയാം, അല്ലെങ്കിൽ തിരിച്ചെങ്ങനെ പറയാം, അപ്ലൈഡ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ബോഡി എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ടിൽ ദ ലിമിറ്റിംഗ് വാല്യൂ എത്തുന്നവരെ, ടിൽ ദ ലിമിറ്റിംഗ് വാല്യൂ ഇസ് റീച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ദ ഫോഴ്സ് വിച്ച് ടെൻഡ്സ് ടു മൂവ് ദ ബോഡി. എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ലിമിറ്റിംഗ് വാല്യൂ എത്തുന്നവരെ എന്ത് ചെയ്യുന്നു, ഫ്രിക്ഷന്റെ വാല്യൂ എന്ത് തന്നെയാണ്, നമ്മൾ അപ്ലൈഡ് ഫോഴ്സിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്താണ് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണെന്ന്. അപ്ലൈഡ് ഫോഴ്സ് എത്രയാണോ അത് തന്നെയായിരിക്കും ഫ്രിക്ഷൻ. 10 ന്യൂട്ടൺ ആയിരുന്ന 10 ന്യൂട്ടൺ, 20 ആയിരുന്നപ്പോൾ 20, 30 ആയിരുന്നപ്പോൾ 30. പക്ഷേ ആ ലിമിറ്റ് സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എത്ര വരുള്ളൂ, അതിന് കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ മാക്സിമം വാല്യൂ ഫ്രിക്ഷൻ വരത്തുള്ളൂ. അപ്പോഴാണ് ബോഡി മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കണ്ടീഷൻ വരുമ്പോഴാണ് ബോഡി എന്ത് ചെയ്തത്, മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇത് അറിഞ്ഞിരിക്കണം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫ്രിക്ഷൻ അല്ല, എടുത്ത് പറയുക, ഓർത്ത്. ഇതാണ് നമുക്ക് ഇനി ആവശ്യമുള്ള കാര്യം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫ്രിക്ഷൻ അല്ല, മനസ്സിലാക്കുക. The magnitude of the limiting friction, it always behaves a constant ratio with the normal reaction. അതായത് സിംപിളി പറയുന്നത്, ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂവും നോർമൽ റിയാക്ഷൻ, ഞാൻ നേരത്തെ വരച്ച ഉണ്ടല്ലോ RN എന്ന് വരച്ചത്, സർഫസിൽ നോർമൽ റിയാക്ഷൻ, ഇവിടുത്തെ ഫ്രിക്ഷണൽ പോർഷൻ അല്ല, ആക്ച്വലി ലിമിറ്റിംഗ് ഫ്രിക്ഷനും ഈ നോർമൽ റിയാക്ഷനും എപ്പോഴും എന്ത് ചെയ്യും, അതൊരു കോൺസ്റ്റന്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് പറയുന്നത്. എന്താണ്, ഒരു കോൺസ്റ്റന്റ് റേഷ്യോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ഓൾവേസ് എന്ന് പറഞ്ഞത്, always be as a constant ratio. അതായത് ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിവൈഡ് ബൈ, നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ എഴുതി എപ്പോഴും അതെന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. എഫ് ലിമിറ്റിംഗ് ഡിവൈഡ് ബൈ നോർമൽ റിയാക്ഷൻ, അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനെപ്പറ്റി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇച്ചിരിയുടെ കഴിഞ്ഞ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് ഇതിനെപ്പറ്റി നമ്മൾ പറയാം. ഓക്കെ, ഇതെന്താന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ല, ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും, എപ്പോഴും അവർ തമ്മിൽ ഒരു കോൺസ്റ്റന്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും. അതായത്
ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിവൈഡ് ബൈ നോർമൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും, ഒരു നമ്പർ കിട്ടും. അതാണ് പറയുന്നത്. അതെന്നാ പിന്നെ പറയാം. ഓക്കെ, അതിന് ഇനി വരുന്നുണ്ട്. അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സർഫസ് റഫ്നെസ് ഓൺലി. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് ദ കോൺടാക്ട്. അത് നേരത്തെ പറഞ്ഞാണ്, അത് ഞാൻ ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഓക്കെ, എന്താണ് റഫറൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഞാൻ അടുത്ത പോയിന്റിൽ പറയുന്നത് എന്താണ്? ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് ദ കോൺടാക്ട് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സർഫസ് റഫ്നെസ്. ഇതെല്ലാം വളരെ കൺസെപ്ച്വൽ ആണ്. ഞാൻ ഇതെന്താ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അടുത്ത മനസ്സിലാക്കാം. അടുത്ത പോയിന്റ്, ഫോർ ലോ വെലോസിറ്റീസ്, അതായത് ചെറിയ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതായിരിക്കും. ഫോർ ലോ വെലോസിറ്റി ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി. എന്താ പറയുന്നത്? വളരെ ചെറിയ വെലോസിറ്റിയിലാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നതെങ്കിലും ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എന്ത് ചെയ്യുന്നില്ല? വെലോസിറ്റി അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കണ്ടീഷൻ മനസ്സിലാക്കുക, ചെറിയ വെലോസിറ്റിയുടെ കേസാണ്. വളരെ ചെറിയ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ കേസിൽ അതിൽ ഫ്രിക്ഷൻ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആ വെലോസിറ്റിയുടെ വാല്യൂ ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ജനറലി മനസ്സിലാക്കാം. ഓക്കെ, വെലോസിറ്റിയുടെ ചെറിയ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ വെലോസിറ്റിയുടെ വാല്യൂ ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? സർഫസ് റഫ്നെസ് ആണെന്ന് മനസ്സിലാക്കാം. അതിനടുത്ത് ഞാൻ നേരത്തെ പോയിന്റ്, ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള ഫ്രിക്ഷൻ നമ്മൾ എന്ത് വിളിക്കും? ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. റെസ്റ്റ് ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. അടുത്ത നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എങ്ങനെയാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഡൈനാമിക് ഫ്രിക്ഷൻ. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എങ്ങനെയാണോ പറയാം. അതായത് നമ്മൾ നേരത്തെ ഒരു കേസ് എടുത്തില്ല, 30 ആയിരുന്നു നമ്മൾ എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇനി അത് ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയായിരിക്കും. മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ട്, പക്ഷേ അതിന്റെ വാല്യൂ എപ്പോഴും അങ്ങനെയാണ്, ആ മാക്സിമം വാല്യൂ ഫ്രിക്ഷൻ ആയ ലിമിറ്റിംഗ് ഫ്രിക്ഷനെ കാട്ടി കുറവായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. The limiting friction is less than the static friction. It is less than static friction. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫ്രിക്ഷനിലെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഇതിനെ നമ്മൾ ജനറലി മ്യൂ എന്ന ലെറ്ററിലാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇതിനെ നമ്മൾ ജനറലി സൂചിപ്പിക്കുന്നത് മ്യൂ എന്ന ലെറ്ററിലാണ്. ജനറലി നമ്മൾ ഇതിനെ സൂചിപ്പിക്കുന്നത് മ്യൂ എന്ന ലെറ്ററിലാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം. നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് ഈ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അപ്ലൈഡ് ഫോഴ്സ് റൈറ്റിലോട്ടാണ്. ഇത് ബോഡിയുടെ വെയിറ്റ് ആണ്. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷൻസ് ഞാൻ ആദ്യമേ വരച്ചതാണ്. റിയാക്ഷൻ എപ്പോഴും അങ്ങനെ വരയ്ക്കാവൂ? സർഫസിന് പെർപെൻഡിക്കുലർ. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ആണ്. സർഫസിന് പെർപെൻഡിക്കുലർ ആണ് എന്താണ്? റിയാക്ഷൻ. ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യും? അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്ത് ചെയ്യും? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പം ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, മനസ്സിലാക്കാം. അടുത്ത പറയുന്ന എന്താണ് പോയിന്റ്? ഇതാണ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ആ ഡ്രൈ ഫ്രിക്ഷണൽ ലോസിൽ പറഞ്ഞത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ശ്രദ്ധിക്കാം, magnitude of the friction അല്ല, മനസ്സിലാക്കാം. magnitude of the limiting friction. The magnitude of the limiting friction always bears a constant ratio with the normal reaction. മനസ്സിലാക്കാം. The magnitude of the limiting friction always bears a constant ratio with the normal reaction. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. The magnitude of the limiting friction always bears a constant ratio with the normal reaction. അതായത് ഇത് വേറെ ഇതിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും എപ്പോഴും ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലായിരിക്കും. അല്ലെങ്കിൽ വേറെ ഇന്റർപ്രറ്റ് ചെയ്യാം, ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത് ഫ്രിക്ഷൻ അല്ല, ലിമിറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുക. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഇറ്റ് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ആർ. ദ വാല്യൂ ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ആർ.
So okay, എന്താ സംഭവിക്കുന്നത് ഇവിടെ പറഞ്ഞെന്തായിരുന്നു? The limiting friction, the magnitude of the limiting friction is proportional to the normal reaction. കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക, ഫ്രിക്ഷണൽ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു വരുന്നത്. The limiting friction is always proportional to the normal reaction. ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ല, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ആ പ്രൊപ്പോർഷണലിറ്റി മാറ്റാൻ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു. അതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? That proportionality constant is called as the mu. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? Mu. Mu is called as the coefficient of friction. So mu is called as the coefficient of friction. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? Limiting frictionന്റെ expression. The expression for the limiting friction comes out to be F limiting. Limiting friction is equal to mu Rn. Mu Rn, where mu represents a normal coefficient of friction and Rn represents a normal reaction. അങ്ങനെയാണെങ്കിൽ mu എങ്ങനെ എഴുതാം? mu ഒരു കോൺസ്റ്റന്റ് ആണ്. mu is a constant. ഒരു സർഫസിന് mu ന് ഒരു വാല്യൂ ആണ്. അതായത് ഒരു കോണ്ടാക്ട് സർഫസിന്. So mu is equal എങ്ങനെ എഴുതാം? Limiting friction divided by Rn, normal reaction. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? In static friction, the limiting friction always behaves a constant ratio with the normal reaction. Limiting friction ഉം normal reaction ഉം കൂടെ എപ്പോഴും അങ്ങനെയാണ്, ഒരു കോൺസ്റ്റന്റ് റേഷ്യോ. ആ റേഷ്യോ എന്താണ് ആക്ച്വലി നമുക്ക് മനസ്സിലായി വരുന്നത്? ആ റേഷ്യോ നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ mu എന്ന് വിളിക്കുന്നത്. ആ നേരത്തെ പറഞ്ഞ ആ കോൺസ്റ്റന്റ് എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓൾവേസ് ബിഹേവ്സ് എ കോൺസ്റ്റന്റ് റേഷ്യോ വിത്ത് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റ് എന്താണ്? ഇറ്റ്സ് കോൾഡ് ആസ് mu. നമ്മൾ വിളിക്കുന്ന പേര് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അടുത്ത മനസ്സിലാക്കാൻ വേണ്ടി mu, the value of mu, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ ഡിപെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? സർഫസ് റഫ്നെസ് അനുസരിച്ചാണ്. ഹയർ ദ വാല്യൂ ഓഫ് സർഫസ് റഫ്നെസ്, ഹയർ ദ വാല്യൂ ഓഫ് mu. റഫ്നെസ് കുറയുകയാണെങ്കിൽ മ്യൂയുടെ വാല്യൂ കുറയും. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മ്യൂയുടെ വാല്യൂ, മ്യൂ റേഞ്ച് മനസ്സിലാക്കുക. ദ വാല്യൂ ഓഫ് മ്യൂ റേഞ്ചസ്, ഇതൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് മ്യൂ റേഞ്ചസ് ഫ്രം 0 to 1. ഇതിന്റെ റേഞ്ച് എങ്ങനെയാണ്? 0 നും 1 നും ഇടയ്ക്കാണ് അതിന്റെ വാല്യൂ, മ്യൂവിന്റെ വാല്യൂ. റിയൽ കേസിൽ 0 നും 1 നും ഇടയ്ക്കാണ്. ദ വാല്യൂ ഓഫ് മ്യൂ 0. മ്യൂ 0 എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, പെർഫെക്റ്റ്ലി സ്മൂത്ത് എന്ന് എവിടെയെങ്കിലും പറയണം. വാസ്തവിക്കാം, if a surface is പെർഫെക്റ്റ്ലി സ്മൂത്ത് എന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ മീനിങ് എന്താണ്? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. അല്ലെങ്കിൽ വേറെ എങ്ങനെ പറയാം? അവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂയുടെ വാല്യൂ എന്താണ്? 0 ആണ്. കണ്ടീഷൻ എന്താണ്? പെർഫെക്റ്റ്ലി സ്മൂത്ത് എന്ന് എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? അവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ, മ്യൂവിന്റെ വാല്യൂ 0 ആവുന്നു, ഫ്രിക്ഷണൽ ഫോഴ്സ് 0. സോ നമുക്ക് കിട്ടുന്ന എൻഡ് റിസൾട്ട് എന്താ കിട്ടുന്നത്? ദ എൻഡ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ എക്സ്പ്രഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു mu Rn. വളരെ ഇമ്പോർട്ടന്റ് എക്സ്പ്രഷൻ. ഫ്രിക്ഷൻ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ അല്ല, ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ ആണ് mu Rn. ഓക്കെ, നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ രണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വൺ ഈസ് ഫോർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് അനദർ ഈസ് ഫോർ ഡൈനാമിക് ഫ്രിക്ഷൻ. അങ്ങനെയാണ് രണ്ട് കോഎഫിഷ്യന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. mu s എന്നൊരു ടേം വിളിക്കും, mu s ഈസ് കോൾഡ് ആസ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതേപോലെ mu k എന്ന് വിളിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് എ കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തിരിച്ചാലോചിക്കുക. ഓൾവേസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡൈനാമിക് ഫ്രിക്ഷൻ. എപ്പോഴും അങ്ങനെയാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കാട്ടി ഡൈനാമിക് ഫ്രിക്ഷന്റെ വാല്യൂ കൂടുതലാണ്. അല്ലെങ്കിൽ ഇൻ കോഎഫിഷ്യന്റ് ടേംസിൽ അങ്ങനെ പറയാം, the coefficient of static friction is always greater than the coefficient of dynamic friction. Okay, so ഇവിടുന്ന് നെറ്റ് റിസൾട്ട് ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടുന്നു? ഇറ്റ് കംസ് ഔട്ട് ടു ബി mu Rn, where mu is the coefficient of friction between the surfaces and Rn is a normal reaction. നോർമൽ റിയാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ പഴയ കാര്യമാണ്. എപ്പോഴും നമ്മൾ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വരയ്ക്കുന്നത്? കോണ്ടാക്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർമൽ റിയാക്ഷൻ വരയ്ക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ.